ശബരിമലയിൽ ഭക്തജന തിരക്ക് കുറയുന്നു. ഇന്ന് ഇതുവരെ 25,000 ഭക്തർ മാത്രമാണ് ദർശനം നടത്തിയത്. നടപ്പന്തൽ ഭക്തരില്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണ്. വൈകിട്ടോടെ ഭക്തജന തിരക്ക് കൂടാനാണ് സാധ്യത. അരുൺ കൊടുങ്ങൂർ സന്നിധാനത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. വലിയ രീതിയിലുള്ള തിരക്കായിരുന്നു സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതാണ് സന്നിധാനത്തെ നിലവിലുള്ള അവസ്ഥ. എന്തായാലും തിരക്ക് പൂർണ്ണമായും ഒഴിവാകുന്ന ഒരവസ്ഥ. ഒരു മിനിറ്റിൽ 70 മുതൽ 80 വരെ ഭക്തർ കാണുന്ന ഒരു കയറുന്ന ഒരു സമയമാണിത്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും തിരക്ക് ഒഴിവാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ മാറുകയാണ്. എന്തായാലും ഇന്നലെയും ഇന്നുമായി തിരക്ക് പൂർണ്ണമായും ഒഴിഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും നാളെ മുതൽ തന്നെ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും 75,000-ഓളം ഭക്തരാണ് ഇന്നലെ സന്നിധാനത്തേക്ക് എത്തിയത്. ഇന്നും അതിന് സമാനമായ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് മാത്രമേ ശബരിമല സന്നിധാനത്ത് ഉണ്ടാകൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്കായിരുന്നു കഴിഞ്ഞ 5 ദിവസങ്ങളിലൊക്കെ തന്നെ ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ആ തിരക്ക് പൂർണ്ണമായും ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും 12 വിളക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം മലയാളികളായിട്ടുള്ള ഭക്തരുടെ ഒരു വലിയ തിരക്ക് പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ആ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും ഇതുവരെ 25,000-ലധികം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനായി തിരുസന്നിധിയിലേക്ക് എത്തിയത്. എന്തായാലും മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഭഗവാനെ ദർശിക്കാനായി വരി നിൽക്കേണ്ടി വന്നത്. പക്ഷേ ഇക്കുറി ഈ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായി തന്നെ സുഗമമായുള്ള ഒരു ദർശനം, പൊന്നു 18-ാം പടി തൊട്ട് കയറാനുള്ള ഒരു ഭാഗ്യമൊക്കെ തന്നെ ഈ സമയത്ത് എത്തുന്ന ഭക്തർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയോടെ ഈ തിരക്ക് വീണ്ടും വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് പോലീസും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ പറയുന്നത്. എന്തായാലും ശാന്തമാണ് സന്നിധാനം.